ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മേസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഡേറ്റിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. എന്താണ് ഡേറ്റിങ്സ്? നമ്മുടെ കേരളത്തിലും ഡേറ്റിംഗ് ഉണ്ടോ? ഉണ്ടല്ലേ. പല ആപ്സിലും കാണുന്നുണ്ട് ഡേറ്റിങ്ങിനെ കുറിച്ച്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കൗമാരക്കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഡേറ്റിങ്ങിനെ കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ. പക്ഷെ അന്നൊന്നും നമ്മൾ കേരളത്തിൽ കേട്ടിട്ടില്ല, ഡേറ്റിംഗ് എന്ന് കേട്ടിട്ടില്ല. അപ്പോൾ റീസെൻ്റ്ലി പല ആൾക്കാരും ഡേറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡേറ്റിംഗ് നല്ലതാണോ അഴുക്കയാണോ എന്ന് ചിന്തിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും നമ്മൾ തന്നെയാണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. പക്ഷേ ഒരു വിവാഹത്തിന് മുമ്പ് നമ്മൾ ഡേറ്റിംഗ് ആണ് മറ്റുള്ള പെൺകുട്ടികളോടൊപ്പം ആൺകുട്ടികളോടൊപ്പം പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, നമ്മുടെ സമൂഹം അല്ലേ. അപ്പോൾ അതേ കണക്ക് നമ്മുടെ പേരൻസിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഡേറ്റിംഗ് ചെയ്യുന്നെങ്കിൽ, അതായത് ഒരു പയ്യനെയോ ഒരു പെൺകുട്ടിയോ ഒരു മാരേജ് പ്രപ്പോസൽ വന്നെന്ന് വെച്ചാൽ ആ രണ്ട് ഫാമിലിയിലെയും ആൾക്കാരുടെ ഇഷ്ടപ്രകാരം ഒരു പയ്യനും ഒരു പെൺകുട്ടിയും അല്പസമയം ഇരുന്ന് സംസാരിക്കുകയോ ഒരു കോഫി കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയോ ചെയ്താൽ അത് തെറ്റെന്ന് തോന്നുന്നുണ്ടോ? കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണല്ലേ. അവർക്ക് പരസ്പരം അറിയണമെന്ന് വെച്ചാൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറൊരു തരത്തിലല്ല ഞാൻ പറയുന്നത്. ആ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ആ കുട്ടികൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. കല്യാണം കഴിച്ചു വിടേണ്ട ഫാമിലിയിൽ മറ്റുള്ള അംഗങ്ങളുമായി സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാണ് കല്യാണം കഴിച്ച് പോകുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് കല്യാണം കഴിച്ച് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ധാരണ വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേരൻസിന് ഇഷ്ടമാണ്, രണ്ട് ഫാമിലിക്കും ഇഷ്ടമാണെങ്കിൽ കുറച്ച് ദിവസം അവർ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം കഴിക്കും അല്ലേ. അവർ പറയും, ഓക്കെ അച്ഛ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ എനിക്ക് ആ കുട്ടിയോട് താല്പര്യമുണ്ട്, അപ്പോൾ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം എന്നുള്ള നിലയിലെത്തും. വിദേശ രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞായിരിക്കും അച്ഛനും അമ്മയും അറിയുക അവർ ഡേറ്റിങ്ങിലായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ കല്യാണം കഴിക്കാൻ പോകണം. ചില കുട്ടികൾ തന്നെ കല്യാണം കഴിച്ചു എന്ന് പോലും മറ്റുള്ളവരോട് പറയാറില്ല. രണ്ട് കുട്ടികളായതിനു ശേഷം മാത്രമായിരിക്കും ചിലരെല്ലാം കല്യാണം കഴിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ആരും തന്നെ അത് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഡേറ്റിങ്ങിലും അതിൻ്റെതായ ദോഷവശവും ഉണ്ട്, അഴുക്കവശവും ഉണ്ട്. അപ്പം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഡേറ്റിങ്ങിന് നമ്മളെ കുട്ടികൾക്ക് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അതിൻ്റെ നല്ല വശങ്ങളും അഴുക്കവശങ്ങളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നമ്മളെ കുട്ടികളും അത് അനുഭവിക്കേണ്ട അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കരുത്. കാര്യം നമ്മൾ ചെയ്യാത്ത പലതും നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഒരു രാജ്യം വളരുക. ലോകം വളരുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് പല കാര്യത്തെക്കുറിച്ചും നമ്മൾ ബോധവാനാവുന്നത് അല്ലേ, അല്ലെങ്കിൽ ബോധവതികളാവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്. കുട്ടികൾ തന്നെ രക്ഷകർത്താക്കളോട് പറയണം, അമ്മ അച്ഛ ഞാൻ ഇന്ന് ഇന്ന ആളിൻ്റെ കൂടെ ഒരു ഫിലിമിന് വരെ പോവുകയാണ് എന്നുള്ള ധൈര്യത്തോടു കൂടി ആ കുട്ടിയൊക്കെ പറയാൻ കഴിയുക. കാര്യം ഒരു സിനിമയ്ക്ക് ഒരു ഫ്രണ്ടിനോടൊപ്പം പോയി കഴിഞ്ഞാൽ അതൊരു മോശപ്പെട്ട രീതി ആണെന്ന് തിങ്ക് ചെയ്യുന്നതാണ് നാരോ മൈൻഡഡ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നാരോ മൈൻഡഡ് ആവാതെ തന്നെ വൈഡറായിട്ട് ചിന്തിച്ച് നമ്മുടെ കാര്യങ്ങൾ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ കൊടുത്തിട്ട് ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് വിടരുത് ഇനിയുള്ള കാലഘട്ടത്തിൽ. കാര്യം അത് ഒരുപാട് ഡേഞ്ചറസ് ആണ്, കുട്ടികൾക്കും അത് ഡേഞ്ചറസ് ആണ്. കാര്യം ഒരു പെൺകുട്ടിയോട് അതിൻ്റെ പേരൻസിനോടൊപ്പം അതിനെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ തിരിയുന്ന പലതരത്തിലുള്ള അപകടങ്ങളിലേക്കാണ്. ഈ അപകടങ്ങളൊന്നും തന്നെ നമ്മൾ ക്ഷണിച്ച് വരുത്താതിരിക്കാൻ
രക്ഷകർത്താക്കളും കുട്ടികളുമായിട്ട് ഓപ്പണായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. ഇൻ കേസ് പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരും തുറന്നു പറയാൻ സന്നദ്ധരാണ് നമ്മുടെ രക്ഷകർത്താക്കളോട്. നല്ലതാണെങ്കിൽ അത് നടത്തി കൊടുക്കാനും നല്ലതല്ലെങ്കിൽ അതിൻ്റെ വരും വൈകായികകൾ പറഞ്ഞു മനസ്സിലാക്കാനും എല്ലാ രക്ഷകർത്താക്കളും കുട്ടികളെ സഹായിക്കേണ്ടതാണ്. അല്ലാതെ അവർക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. എല്ലാ ലോകത്തും നമ്മുടെ കേരളത്തിൽ പോലെ തന്നെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ലവ് അഫെയർസ് ഉണ്ടാവുന്നത് ലോകത്തെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഒളിച്ചോട്ടം ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. ഉപേക്ഷിക്കുന്നതും ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലോകത്തെല്ലായിടത്തും ഉണ്ട്, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല എന്നുള്ളത് നമ്മൾ ബോധവാനും ബോധവതികളുമായിരിക്കുക. കുറച്ചു കാലം കഴിഞ്ഞായിരിക്കും ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ യഥാർത്ഥ ക്യാരക്ടർ നമുക്ക് അനുഭവപ്പെടുക. അതുവരെ അവരുടെ ഏറ്റവും നല്ല ക്യാരക്ടറായിരിക്കും നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ 1 വർഷമോ 6 മാസമോ എടുക്കും ഒരാളിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ. ചിലപ്പോൾ വർഷങ്ങളോളം എടുത്താലും ചിലപ്പോൾ മനസ്സിലാക്കാത്തവരുമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഭാവിയിലെ നമ്മുടെ കുട്ടികളുടെ ലൈഫ് ദൃഢപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അവരുടെ സന്തോഷമാണ് നമ്മളുടെയും സന്തോഷമെന്ന് നമ്മൾ തിരിച്ചറിയുക. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye.